നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിമിഷപ്രിയയുടെ മോചനമാണ് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം മത്സരിക്കുമ്പോൾ മറുവശത്ത് ഇത്രയും വലിയ ക്രൂര കൊലപാതകം ചെയ്തൊരു യുവതിയെ എന്തിനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇതിനിടെയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെയും ആഗ്രഹം നിമിഷപ്രിയയുടെ മോചനം തന്നെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചാണ്ടിയുമ്മന്റെ രംഗപ്രവേശം. സംഭവം ഉമ്മൻചാണ്ടി സാറിൻ്റെ രണ്ടാം ചരമവാർഷിക ദിനമായിരുന്നു ഇന്ന്. ഇതിനോടനുബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണത്തിനിടെയാണ് ഉമ്മൻചാണ്ടി സാറിന് ഇത്തരമൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള പ്രതികരണം അദ്ദേഹത്തിൻ്റെ മകൻ നടത്തിയിരിക്കുന്നത്. പിതാവിൻ്റെ അദൃശ്യ സാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൻ്റെ ബലത്തിലാണ് താൻ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ പ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് അദ്ദേഹം രോഗക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് നിമിഷപ്രിയയുടെ മോചനമായിരുന്നു എന്നുള്ള കാര്യത്തിലേക്കാണ്. അപ്പയുടെ രണ്ടാം വാർഷിക സമയത്ത് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ശുഭപ്രതീക്ഷ നൽകുന്ന വാർത്ത വന്നത് ഒരു നിമിത്തം തന്നെയാണ്. ആ രീതിയിലാണ് താൻ അതിനെ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം ഓർമ്മ സമയത്താണ് കുരവപ്പട പഞ്ചായത്ത് ഭരണവും കോൺഗ്രസിന് നറുക്കെടുപ്പിലൂടെ ലഭിച്ചതെന്നും അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു അതെന്നും അദ്ദേഹത്തിന്റെ അദൃശ്യ സാന്നിധ്യം അനുഭവിക്കുന്നത് ഇതുപോലുള്ള അനേകം സംഭവങ്ങളിലൂടെയാണ് എന്നുമാണ് ചാണ്ടിയുമ്മന്റെ പ്രതികരണം. അതേസമയം മറുവശത്ത് യമൻ പൗരനെ കൊന്നിട്ടുള്ള അല്ലെങ്കിൽ യമൻ പൗരനായിട്ടുള്ള തലാൽ എന്ന് പറയുന്ന വ്യക്തിയെ കൊല ചെയ്യപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ട യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് അതിന് സാധ്യമായിട്ടുള്ള നടപടികളെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ അറിയിച്ചതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നിമിഷപ്രിയയുടെ മോചനം ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും മധ്യസ്ഥ ചർച്ചയ്ക്ക് യമനിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടവരോട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തുടർന്ന് കേസ് ഓഗസ്റ്റ് 14 നീട്ടിയതായാണ് വിവരം. ജസ്റ്റിസുമാരായിട്ടുള്ള വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലാണ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നത്. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ നിർണായക ഇടപെടലിനെ കുറിച്ച് അറിയില്ല എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്ന വിവരം. വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ ആണ് വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് അറിയില്ല, തനിക്കതിനെക്കുറിച്ചൊരു വിവരമുണ്ടായിരുന്നില്ല എന്നുള്ള ഉത്തരം നൽകിയത്. കാന്തപുരം നടത്തിയ ഇടപെടലുകളെ കുറിച്ച് അറിവുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ വക്താവിനോട് ചോദിക്കുകയായിരുന്നു. നിങ്ങളുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളെ കുറിച്ച് തന്റെ പക്കൽ വിവരങ്ങൾ ഒന്നുമില്ല എന്നായിരുന്നു വിദേശകാര്യ വക്താവിന്റെ മറുപടി. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാനും അവരുടെ മോചനം സാധ്യമാക്കാനും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും നയതന്ത്രപരമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്ന വിമർശനം ശക്തമാകുന്നതിനിടെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു മറുപടി നൽകിയിരിക്കുന്നത്. വധശിക്ഷ നീട്ടാൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നിർണായക ഇടപെടൽ നടത്തിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ട്. എന്നാൽ ഈ ഇടപെടലുകൾ സംബന്ധിച്ച് ഒന്നും തന്നെ കേന്ദ്രത്തിന് അറിയില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ പറയുന്നത്. നിമിഷപ്രിയയുടെ കേസ് ഏറെ വൈകാരികമായ വിഷയമാണെന്നും കേന്ദ്ര സർക്കാർ സാധ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ട് എന്നും വിദേശകാര്യ വക്താവ് വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. നിമിഷപ്രിയയുടെ കുടുംബത്തിന് വേണ്ട നിയമസഹായങ്ങൾ നൽകി വരികയാണ്. കുടുംബത്തെ സഹായിക്കാനായി അഭിഭാഷകനെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. പ്രാദേശിക അധികൃതരുമായും നിമിഷപ്രിയയുടെ ബന്ധുക്കളുമായും സർക്കാർ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. എതിർകക്ഷിയുമായി സമവായത്തിലെത്താൻ നിമിഷപ്രിയയുടെ കുടുംബത്തിന് വേണ്ട സമയം ഉറപ്പാക്കാൻ വേണ്ട ഇടപെടലുകൾ എല്ലാം സർക്കാർ നടത്തിയിട്ടുണ്ട്. ഈ മാസം 16 നടപ്പാക്കേണ്ട വധശിക്ഷ നീട്ടിവെച്ച കാര്യം പുറത്തു വന്നിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന് സൗഹൃദപരമായിട്ടുള്ള ചില സർക്കാരുകളുമായി ബന്ധപ്പെട്ട് വേണ്ട സഹായങ്ങൾ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യമനിൽ വധശിക്ഷ വിധിച്ചു കഴിയുന്ന പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയയുടെ മോചനത്തിനായി നിയമസഹായം ഉൾപ്പെടെ സാധ്യമായ എല്ലാ സഹായവും നൽകി എന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോൾ മറുവശത്ത് അത് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ തുടർച്ചയായ നിയമ പോരാട്ടത്തെ തുടർന്നാണെന്നാണ് മറ്റൊരു ഒരു പരാമർശം കൂടെ വരുന്നത്. സുപ്രീം കോടതി അഭിഭാഷകനും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നിയമോപദേഷ്ടാവുമായിട്ടുള്ള അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ KR ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാർ അവകാശവാദത്തിന് പിന്നാലെ കേന്ദ്രം കാണിച്ച അവഗണനയെ തുറന്നു കാട്ടിക്കൊണ്ടായിരുന്നു അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രന്റെ ഇത്തരമൊരു ന്യായീകരണം.
സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ തുടർച്ചയായുള്ള നിയമ പോരാട്ടത്തെ തുടർന്നാണ് കേന്ദ്രം ഈ വിഷയത്തിൽ ഇടപെട്ടതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. മാത്രമല്ല, കുറിപ്പിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ഇല്ലാതാക്കാൻ ഇതുവരെ നടത്തിയ പോരാട്ടത്തെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കുന്നതിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടത് അറിയില്ലെന്ന കേന്ദ്രത്തിന്റെ മറുപടിക്ക് പിന്നാലെയാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന തലക്കെട്ടോടുകൂടെ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചത്. വിദേശത്ത് വധശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഇന്ത്യക്കാരന് ഇന്ത്യൻ ഗവൺമെന്റും എംബസിയും തന്നെയാണ് നിയമസഹായവും നയതന്ത്ര സഹായവും ഉൾപ്പെടെയുള്ള പൂർണ്ണ പിന്തുണ നൽകേണ്ടത്. നിമിഷയ്ക്ക് അത്തരം പിന്തുണ ലഭ്യമാകാതെ വന്നപ്പോഴാണ് ആദ്യം ആക്ഷൻ കൗൺസിൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ്. അദ്ദേഹം പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മധ്യസ്ഥത വഹിച്ചതായുള്ള വിവരമില്ല എന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പറഞ്ഞു. ഈ മാസം 16-നായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നടത്തേണ്ടിയിരുന്നത്. എന്നാൽ കാന്തപുരത്തിന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചുള്ള ഇടപെടലിനെ തുടർന്ന് വധശിക്ഷ മാറ്റിവെക്കുകയായിരുന്നു എന്ന് തുടങ്ങുന്ന കുറിപ്പാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്.